നമസ്കാരം, ഞാൻ അനിൽ കുമ്പഴ. കുമ്പഴാൻ ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് മറ്റെങ്ങുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട സേതു ശിവാനന്ദന്റെ ഓഫീസിലാണ്. ഇതിനു മുന്നേ ഉള്ള എപ്പിസോഡിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിരുന്നു അഭിമാനപൂർവ്വം സേതു ശിവാനന്ദന്റെ ആ ഒരു കഴിവുകൾ. മേക്കപ്പ് ചെയ്യുന്ന കലാകാരന്മാർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന, ഏറ്റവും അഭിമാനപൂർവ്വം ഞാൻ എന്റെ എപ്പിസോഡിലൂടെ പരിചയപ്പെടുത്തുന്ന കലാകാരനാണ് പ്രിയപ്പെട്ട സേതു ശിവാനന്ദൻ. ഡമ്മിയെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നാം എന്താണ് ഡമ്മി എന്നുള്ളതല്ലേ. മനുഷ്യന്റെ ഉണ്ടാകാം, അതുപോലെ മൃഗങ്ങളുടെ ഉണ്ടാകാം, എല്ലാം ഉണ്ടാവും. പക്ഷെ അത് സിറ്റുവേഷൻ അനുസരിച്ചാണ് ഡമ്മി. നമ്മുടെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു ചിത്രമാണ് CBI ഡയറി കുറിപ്പ്. ആ ഡയറി കുറിപ്പിനകത്ത് മമ്മൂക്ക അഭിനയിക്കുന്ന ആ സിറ്റുവേഷനിൽ ഒരു ഡമ്മി പരീക്ഷണം നടത്തുന്നുണ്ട്. അത് അനങ്ങാതെ ഇങ്ങനെ നിൽക്കുന്ന ഡമ്മിയാണ്. ആ ഡമ്മി എന്ന് പറയുന്നത് റബ്ബർ മോൾഡ് ചെയ്തിരിക്കുന്ന ഡമ്മിയാണ്. അതൊക്കെ അന്നത്തെ കാലത്ത് ചെന്നൈയിൽ നിന്നാണ് വരുത്തുന്നത്. ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ അത് റെന്റിന് കിട്ടും. പക്ഷെ അത്തരത്തിലുള്ള ഡമ്മി അല്ല ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആ സീക്വൻസ് ഒക്കെ ചെയ്യണം. അതിനെ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ, അതിന്റെ റിയലിസ്റ്റിക് ആയിട്ട് ആ ആർട്ടിസ്റ്റിനെ അതേപോലെ ഡമ്മി ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അതൊരു അത്ഭുതം തന്നെയല്ലേ. ഈ എപ്പിസോഡ് നിങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞെട്ടിത്തെറിച്ചിരിക്കുന്ന അത്രയും മനോഹരമായിട്ടാണ് സേതു ആ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡമ്മി ചെയ്തിരിക്കുന്നത്. ഈ ഡമ്മി ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഡമ്മിയാണ്. നിങ്ങളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഈ ഡമ്മി ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അനുഗ്രഹീത കലാകാരൻ, നമ്മുടെ പ്രിയപ്പെട്ട സേതു ശിവാനന്ദനാണ്. അപ്പോ ഈ ഡമ്മിയുടെ വിശേഷങ്ങളും ഈ ഡമ്മി എങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് സേതുവിലേക്ക് പോകാം. മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള പ്രോസ്തെറ്റിക് മേക്കപ്പിന്റെ ഒക്കെ ഒരുപാട് സാധ്യതകൾ കേരളത്തിൽ കൊണ്ടുവന്ന ഒരു കലാകാരൻ തന്നെയാണ് സേതു. നമ്മളിപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന ആ ഡമ്മിയെ കുറിച്ചാണ്. അപ്പൊ ആ ഡമ്മി എങ്ങനെയാണ് അത് ഉണ്ടാക്കാനുള്ള കാരണം? ഇപ്പൊ ഒരു മിനിറ്റ്, സേതു എന്ന് പറയുന്ന കലാകാരൻ ഇപ്പോ നമ്മൾ വിരൽ മുറിച്ച് കണ്ട എപ്പിസോഡിലുള്ള ആളല്ല. ഇന്ന് ബറോസ് പോലുള്ള വലിയ 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 സിനിമകളുടെ വർക്കിന്റെ പുറകെയാണ്. ഇപ്പൊ ലാലേട്ടൻ ഇപ്പൊ അടുത്ത് ചെയ്തോണ്ടിരിക്കുന്നത്. അതെ, ഉറക്കെ പറഞ്ഞ മലൈക്കോട്ടെ വാലിബൻ, പിന്നെ അതുപോലെ തന്നെ സൂര്യ പൊട്ടിന്റെ വർക്ക് ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പുതിയ വർക്കുകൾ LK വർക്ക് ചെയ്തിട്ടുണ്ട്. ഷായ്സാന്റെ ചിന്താമണി കുലക്കേസിന്റെ സെക്കൻഡ് അതിന്റെ സ്കെച്ചസ്, അങ്ങനെ ഓരോന്ന് റെഡിയായി ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. പിന്നെ അപ്പൊ ആ ഒരു തിരക്ക് പിടിച്ച സമയത്താണ് നമ്മള് നിങ്ങൾക്ക് വേണ്ടി സേതുവിനെ പരിചയപ്പെടുത്തുന്നത്. സേതു, ഈ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡമ്മി, നോർമൽ ഉള്ള ഡമ്മി ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡമ്മി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് റിസ്ക് ഉണ്ടല്ലോ. ഒരു ആർട്ടിസ്റ്റിനെ കിടത്തിയൊക്കെ അല്ലേ എന്റെ മോൾഡ് എടുക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിൽ സേതു മാത്രമേ ഉള്ളൂ, എനിക്ക് തോന്നുന്നതല്ല, കേരളത്തിൽ സേതു മാത്രമേ ഉള്ളൂ. അപ്പൊ അതെങ്ങനെയാണ്, അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്, അതൊന്ന് പറ. ചേട്ടാ, ഇത് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു ഡമ്മി ആയിരുന്നു. ഇത് ഡമ്മി എന്ന് പറയുമ്പോൾ ഇത് ഹൈപ്പർ റിയലിസ്റ്റിക് ആണ് ചെയ്തിരിക്കുന്നത്. അതായത് ദേഹത്തെ രോമങ്ങൾ പോലും റിയൽ രോമങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഹൈപ്പർ റിയലിസ്റ്റിക് ആണ്. അതിന്റെ ഫുൾ ടെക്സ്ചർ, നമ്മുടെ ശരീരത്തുള്ള ഓരോ ടെക്സ്ചർ, ഞങ്ങൾ ആ മൂക്കിനുള്ളിൽ രോമം വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, അതിന് ഒരു സ്കളുണ്ട്, അതായത് തലയോട്ടിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിയലിസ്റ്റിക് പല്ല്, നാക്ക്, അങ്ങനെയുള്ള ഇന്റേണൽ ഓർഗൻസ് മിക്കതും ഞങ്ങൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റിബ്സ്, അതിനുള്ളിലുള്ള ബോൺ വരെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ സിനിമയ്ക്ക് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ആക്ടർ ആ ഡെഡ് ബോഡിയുടെ നെഞ്ചത്ത് കയറി ഇരുന്നിട്ട് അതുമായിട്ടൊരു ഇന്ററാക്ഷൻ സീൻ ഉണ്ട്. അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മൾ ഒറിജിനൽ ഒരാളെയാണ് കൊണ്ടിടുന്നതെങ്കിൽ
ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതെ, ഉറപ്പായിട്ടും. പിന്നെ അറിയാലോ, അപ്പൊ അത് നമുക്ക് ഫ്രീസ് ചെയ്യാൻ ഫ്രീസ് ചെയ്താൽ തന്നെ അത്ര റിയലിസ്റ്റിക് ആയിട്ട് വരത്തില്ല. അപ്പൊ എത്രയോ റിയലിസ്റ്റിക്. അപ്പൊ ക്യാമറ അടുത്തുള്ള ആംഗിൾ, അതായത് നമുക്ക് ക്ലോസ് ഷോട്ടുകളും കാര്യങ്ങളും ഒക്കെ അത് വരുന്നതാണ്. അപ്പൊ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് വേണമെന്ന് ഡയറക്ടർ നമ്മളത് പറഞ്ഞു. അപ്പൊ അത് നല്ല റിസ്ക് ആയിരുന്നു. കാരണം ആരും അങ്ങനെ ഏറ്റെടുക്കാൻ ഇച്ചിരി മടിക്കുന്ന ഒരു പരിപാടിയാണ്. കാരണം ഡെമ്മി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്, ഡെമ്മി ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷെ ഹൈപ്പർ റിയലിസ്റ്റിക് രീതിയിൽ ഈ പറഞ്ഞ പോലെ രോമങ്ങളുടെ കാര്യം ഞങ്ങൾ എടുത്തു പറയാൻ കാരണം, അതിനകത്തെ ഓരോ രോമവും നമ്മൾ എടുത്തിട്ട് പിൻ ചെയ്ത്, ഓരോ രോമം, ദേഹത്ത് എത്ര രോമം ഉണ്ടോ അത്രയും രോമം ഞങ്ങൾ ദേഹത്ത് പിൻ ചെയ്യായിരുന്നു. ഓരോന്നും എടുത്ത് നമ്മൾ മാഗ്നിഫയർ ചിലപ്പോൾ വെച്ചിട്ടായിരിക്കും ഞങ്ങൾ പിൻ ചെയ്യുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കി. ഞങ്ങളുടെ കണ്ണിനൊക്കെ ഒരുപാട് സ്ട്രെയിൻ ഉണ്ടായതാണ്. കാരണം അടുത്ത് ലൈറ്റ് വെച്ച് ഞാനും വിക്കിയും കൂടെ രാത്രി, അതായത് ഇത് സംഭവിക്കുന്നത് ബെറോസിന്റെ ഷൂട്ടിനിടയ്ക്കാണ്. അപ്പം ആ സമയത്ത് ഞങ്ങൾ അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ റൂമിൽ വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകാനുള്ള ടൈം കിട്ടത്തില്ല. ആ ടൈം അവിടുന്ന് ഞങ്ങൾ വേറെ റൂം വെളിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ രാത്രി 2 മണി 3 മണി വരെ ഇരുന്ന് വർക്ക് ചെയ്യും. ഞാനും എന്റെ സുഹൃത്ത് വിക്കി ഞങ്ങൾ ഒരുമിച്ചാണ് ഇരുന്ന് വർക്ക് ചെയ്യും. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഇത് വർക്ക് ചെയ്തിട്ട് പിന്നെ രാത്രിയിൽ ഒരു 3-3:30 ആകുമ്പോഴത്തേക്കും വന്ന് ഞങ്ങളുടെ റൂമിൽ വന്ന് കിടന്ന് ഉറങ്ങിയിട്ട് വെളുപ്പിന് 6 മണിയാകുമ്പോൾ വീണ്ടും നമ്മുടെ ബെറോസിനെ ഉപയോഗിക്കും. ഒരാളെ എന്തായാലും ഒരു ആർട്ടിസ്റ്റ്, ഇപ്പം ആരായാലും ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ കിടക്കണമല്ലോ, ഇദ്ദേഹം കിടന്നിട്ടാണല്ലോ ഇദ്ദേഹത്തിന്റെ ഈ ഡൈ എടുക്കണമല്ലോ അല്ലെ, ഇദ്ദേഹത്തിന്റെ മോൾഡ് എടുക്കണമല്ലോ അല്ലെ. അപ്പൊ ഈ മോൾഡ് എടുക്കണമെങ്കിൽ ഇതൊക്കെ എത്ര സമയം എടുക്കും? ഒരു ഫുൾ ബോഡി ഇപ്പൊ നോർമലി ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ റബ്ബറിന്റെ മോൾഡും അല്ലെ റബ്ബറിന്റെ ഡെമ്മിയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്? ഒരാളിനെ കിടത്തിയിട്ട് എത്ര മണിക്കൂർ എടുക്കും, എത്ര ദിവസം എടുക്കും ഇത്? ഈ ഒരു ബോഡി ഫുള്ളായിട്ട് എടുക്കാൻ ഞങ്ങൾക്ക് 2 ദിവസം എടുത്തേ. 2 ദിവസം. ഓക്കെ. ഈ 2 ദിവസം ഫസ്റ്റ് ഡേ ഞങ്ങള് ആളെ മലർത്തി കിടത്തിയിട്ട് ആളെ നമ്മൾ ഹാഫ് ക്ലേ വെച്ചിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്ത്, എന്നിട്ട് ഹാഫ് മോൾഡാണ് നമ്മൾ എടുത്തത്. അപ്പൊ ഹാഫ് മോൾഡ് എടുക്കാൻ ഞങ്ങൾക്ക് ഏകദേശം ഒരു 5 മണിക്കൂർ എടുത്ത്. അപ്പൊ ഈ ഇത് എടുക്കുന്ന സമയത്ത് നമ്മൾ വളരെ സൂക്ഷിക്കണം. ഈ മോൾഡ് എടുക്കാൻ വരുന്ന ആളുടെ ഏജ് നമ്മൾ പ്രത്യേകം നോക്കണം. കാരണം ചെറിയ പിള്ളേരാണെന്നുണ്ടെങ്കിലും ഇച്ചിരി പ്രായമുള്ള ആൾക്കാരുടെ ആണെങ്കിൽ പോലും നമ്മുടെ ഹെൽത്ത് ഭയങ്കര പ്രശ്നമാണ്. കാരണം വേറൊന്നുമല്ല, അവര് ഭക്ഷണം കഴിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് പോയി അവർക്ക് ജസ്റ്റ് റെസ്റ്റ് റൂമിൽ പോകാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് വളരെ ബാലൻസ് ചെയ്ത് ഞങ്ങളിപ്പോൾ അവർക്ക് കൃത്യമായിട്ട് കെയർ, അവരുടെ ബോഡി പക്കയായിട്ട് കെയർ ചെയ്ത് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പം പ്രായം ചെന്ന മനുഷ്യനാകുമ്പോൾ അവർക്ക് ചിലപ്പോൾ അവർ വരുന്നതിന് മുമ്പ് ഞങ്ങൾ പോയി അദ്ദേഹത്തിൻ്റെ ഷുഗർ, പ്രഷർ ലെവൽ ഇതെല്ലാം ചെക്ക് ചെയ്ത ശേഷമാണ് ഇതെല്ലാം ചെയ്യുന്നത്. കാരണം വന്ന് ഈ 5 മണിക്കൂർ അവിടെ കിടക്കുമ്പം അവർക്ക് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. അതുപോലെ തന്നെ ഈ ക്ലേ വെച്ചിട്ട് നമ്മൾ പകുതി ഹാഫ് നമ്മൾ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാഫ് ബ്ലോക്ക് ചെയ്തപ്പം നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഇടയ്ക്ക് വന്നിട്ട് നമ്മൾ ഹീറ്റ് ചെയ്ത് അവരുടെ ഈ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്തു. അപ്പം അങ്ങനെ റിസ്ക് എടുത്ത് ഏകദേശം ഒരു 5 മണിക്കൂർ കൊണ്ടാണ് വൺ സൈഡ് നമ്മൾ മോൾഡ് എടുത്തത്. പിന്നെ സെക്കൻഡ് ഡേ ഞങ്ങൾ അദ്ദേഹത്തെ കമഴ്ത്തി കിടത്തിയിട്ട് ഏകദേശം 2 മണിക്കൂർ. അപ്പൊ ഈ കമഴ്ത്തി കിടത്തുന്നത് ഈ മോൾഡിനകത്താണോ, അതായത് എടുത്തിരിക്കുന്ന മോൾഡിനകത്തേക്കാണോ? കാരണം ഇത് ബാലൻസ് ചെയ്യാനൊക്കെ ഉണ്ട്. അല്ല, അത് നമ്മൾ ഓൾറെഡി എടുത്തതിന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്ക് ചെയ്ത ശേഷം പിന്നീട് ഞങ്ങൾ സെയിം മോൾഡിൽ തന്നെ ഈ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ഡാമേജ് വരുന്ന ഭാഗങ്ങളൊക്കെ, അപ്പൊ നമ്മളത് ബാലൻസ് ചെയ്തിട്ട് ഈക്വലൈസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ മോൾഡ് ബാക്കിൽ നമ്മൾ ഓൾറെഡി ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന മോൾഡ് ഉണ്ട്, അത് നമ്മൾ തിരിച്ചിട്ടിട്ട് അതിനെ ചില ഭാഗങ്ങൾ ഡാമേജ് വരും. കാരണം ഇത്രയും ലെങ്തി ആയിട്ടുള്ള സംഭവമാണ്. അതിന് പിന്നെ നമ്മൾ വെയിറ്റ് ബാലൻസ് ചെയ്യത്തക്ക രീതിയിലൊക്കെ സ്ട്രക്ചർ സെറ്റ് ചെയ്തിട്ടാണ് ആളെ കിടത്തുന്നത്. അത് കമന്ന് കിടന്നിട്ടാണ്. അപ്പൊ പിന്നെ ഇതിന്റെ മണ്ടയ്ക്ക് വെയിറ്റ് കയറും. അപ്പൊ അതൊക്കെ വളരെ സൂക്ഷിച്ചാണ് ചെയ്തത്. ഈ രണ്ടാമതിരുന്ന ലെയർ, നമ്മൾ ഈ കമഴ്ത്തി കിടത്തിയിടുന്ന ലെയർ നമ്മൾ ബാലൻസ് ചെയ്തിരുന്നത്. കാരണം വെയിറ്റ് കൂടി കഴിഞ്ഞാൽ ആള് അമങ്ങി പോകാൻ ചാൻസ്. അപ്പൊ അതൊക്കെ വളരെ സൂക്ഷിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. എന്തായാലും അതൊരു ഭയങ്കര റിസ്ക് ആണ്. അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ വിക്രം സാർ വഹിക്കാതില്ലേ ഇങ്ങനെ പുള്ളിയുടെ മോൾഡ് അതേപോലെ എടുത്തിട്ടുണ്ടല്ലേ. ഈ കേരളത്തില് സേതു അല്ലാതെ വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇങ്ങനെ ഒരു ഫുൾ ഫിഗർ ഒക്കെ? ഫുൾ ഫിഗർ എനിക്ക് എന്റെ അറിവിൽ അങ്ങനെ ഇല്ല, അങ്ങനെ എന്റെ അറിവിലില്ല. ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് എന്റെ അറിവിലും ഇല്ല അങ്ങനെ മോൾഡ് ചെയ്യുന്നത്. കാരണം എല്ലാവരും ഒന്നീ ബോംബെ അല്ലെ, ബോംബെയിലൊക്കെയാണ് ആൾക്കാർ വന്ന് ചെയ്യുന്നത്. ബോംബെയിലാണ് കൂടുതലായിട്ട് ആൾക്കാർ ആശ്രയിച്ചാണ്, അറിയാമല്ലോ. അപ്പൊ അതൊരു അഭിമാനമല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ഒരു പ്രോസസിങ് എങ്ങനെയാണ്? കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ, കഴിഞ്ഞ മോൾഡ് എടുക്കുന്ന എപ്പിസോഡ് നമ്മൾ പറയാം, മങ്കിമാന്റെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ
നമ്മളത് ഫേസ് മാത്രമാണ് എടുത്തത്. സെയിം മെറ്റീരിയൽസ് ആണ്. കാര്യം ബോഡി ഡബിൾ, റീബോണ്ട്, ഈ മെറ്റീരിയൽസ് ഒക്കെ തന്നെയാണ്. പക്ഷെ ഇതിനകത്തുള്ള റിസ്ക് എന്ന് പറയുന്നത് ഒരാളുടെ ഫുൾ ബോഡിയാണ് എടുക്കേണ്ടത്. അപ്പൊ അത് നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് ലോക്കിന്റെ പ്രശ്നം വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഒറ്റയടിക്ക് കാസ്റ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ട് തന്നെ ചില ജോയിന്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതനുസരിച്ചിട്ടാണ് സ്ട്രക്ചർ സെറ്റ് ചെയ്യുന്നത്. ഇത് ആദ്യമേ നമ്മൾ ആളെ കിടത്തിയിട്ട് നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്യും. ആളെ എങ്ങനെയാണ് കിടക്കേണ്ടതെന്നുള്ളത് നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്യുന്നുണ്ട്. മാർക്ക് ചെയ്ത ശേഷം നമ്മൾ അയാൾക്ക് ബണ്ട് കിട്ടുന്നു. കൃത്യമായിട്ട് ആൾ കിടക്കുന്നതിൻ്റെ ഈ സൈഡിൽ എവിടെയൊക്കെ വേണം എന്നുള്ളതിനെ കുറിച്ച് ക്ലേ വെച്ചിട്ട് നമ്മൾ ബണ്ട് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മുകൾ വശം ആദ്യമേ മോൾഡ് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ മറിച്ചിട്ടിട്ട് ബാക്ക് വശം കൊടുക്കുന്നു. അങ്ങനെ 2 മോൾഡ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് ശേഷമാണ് ഇത് കാസ്റ്റ് ചെയ്യുന്നത്. കാസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ 2ആയിട്ടാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് 2 മോൾഡാണ്. അതായത് ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് ഒറ്റ ഒരു ബോഡിയാക്കി എടുക്കണം. അത് വലിയൊരു റിസ്ക് പരിപാടിയാണ്. ഈ സിലിക്കണിനെ സംബന്ധിച്ച് ഇത് ജോയിൻ ചെയ്യുന്നത് വലിയ പാടുള്ളൊരു പരിപാടിയാണ്. കാരണം റബ്ബറാണ്. ഇതിനകത്ത് വേറെ നമുക്ക് ഇതിൻ്റെതായിട്ടുള്ള കുറച്ച് പശകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വേറെ ഒരു പശയിനകത്ത് നമുക്ക് ആപ്റ്റ് ആകത്തില്ല. ഇത് ഒട്ടിച്ച് അതിനെ ഈ സ്കിൻ ജോയിൻ ചെയ്തെടുക്കുന്നത് ഏറ്റവും റിസ്കി പരിപാടിയാണ്. ഈ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഇത് ഒരു കൂട്ടം കലാകാരന്മാരുണ്ടല്ലോ. ഇപ്പൊ വിക്കിയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സേതുവിനോടുള്ളത് അല്ലേ? അപ്പൊ വിക്കിയെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം അല്ലെ? വിക്കി, ഇതാണ് വിക്കി. വിക്കി സേതുവിന്റെ കൂടെ ഏത് സമയവും ഞാൻ കണ്ടിട്ടുള്ള ഒരു കലാകാരനാണ്. ഇവർ രണ്ടും ഫൈൻ ആർട്സിൽ അല്ലേ ഒന്നിച്ച്. ഈ റിയലിസ്റ്റിക് ആയിട്ട് ഈ ഡെമ്മി ചെയ്യുമ്പോ വിക്കിക്ക് എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവം ഉണ്ടോ? സത്യത്തില് ഈ ഒരു വർക്ക് ഞാനാണെങ്കിൽ ഏറ്റെടുക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും റിസ്ക് ഉണ്ട്. ഈ ഒരു വർക്കിൽ ഭയങ്കരമായിട്ടുള്ള റിസ്ക് ഉണ്ട്. ഈ ഒരു വർക്ക് അവൻ ഏറ്റെടുത്ത സമയത്ത് എന്റെ മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഈ വർക്ക് എങ്ങനെ ചെയ്യും, ബറോസിന്റെ സമയത്ത് ഇത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും. അതോടൊപ്പം ഒരു കാര്യങ്ങളുണ്ട്, ടൊൾത്തുമാന്റെ പോസ്റ്ററും ബാക്കി. അതെ, അതിന്റെ ഇടയ്ക്ക് കമ്പ്യൂട്ടർ വർക്ക് വേറെ ഉണ്ട്. കമ്പ്യൂട്ടർ ഞങ്ങൾ ചെയ്യുന്ന വർക്ക്, കുറെ ക്യാരക്ടർ സ്കെച്ച്, ടൊൾത്തുമാന്റെ വർക്ക്, അങ്ങനെ കുറെ തലയിൽ കൂടെ പോകുന്നുണ്ട്. അതിന്റെ ഇടയ്ക്കാണ് ഈ പറഞ്ഞ പോലെ എന്തായിരുന്നു ആടുജീവിതം, ആ ഒരു വർക്കും എല്ലാം കൂടി ഏറ്റെടുത്ത് ചെയ്യുക. എനിക്കറിയത്തില്ല ഇത് എങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. പക്ഷെ ആ സമയത്ത് എല്ലാം ഭാഗ്യത്തിന് സമയം പോലെ ചെയ്തെടുക്കാൻ എനിക്ക് സാധിച്ചു. അതിനകത്ത് ഞാൻ ആ ബോഡി കണ്ടപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയത് വെച്ച് കഴിഞ്ഞാല് അതിനകത്ത് രോമങ്ങളൊക്കെ ഭയങ്കര ഒറിജിനാലിറ്റിയാണ്. ആ രോമങ്ങള്, പിന്നെ അതുപോലെ തന്നെ അതൊക്കെ ഭയങ്കര ഒറിജിനാലിറ്റിയാണ്. അതൊക്കെ എങ്ങനെയാണ് അത് ഇത്ര ഇതായിട്ട് വരുന്നത്? അത് ഒറിജിനലായിട്ട് തോന്നാൻ കാരണം അത് ഒറിജിനൽ ആയതുകൊണ്ടാണ്. അതെ, അത് ഞങ്ങള് സത്യം പറഞ്ഞ ആ സമയത്ത് ഇതിന്റെ ഒരു ഏകദേശം ഒരു ധാരണ ഉള്ള സമയത്ത് തന്നെ ഇവന്റെ അടുത്തും പറഞ്ഞ് ഞാൻ സ്വന്തമായിട്ടും ഈ താടി ഉള്ളത് വളർത്തി. പിന്നെ കുറച്ച് എന്റെ ലെങ്തി മുടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ മീശയ്ക്ക് ഒരു പ്രത്യേകത വെച്ചാൽ മീശയ്ക്ക് ഈ തിക്ക് ഹെയർ ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ മുടി തമ്മിൽ നല്ല വ്യത്യാസമാണ്. അപ്പൊ ആളുടെ മീശ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ കുറ്റിത്താടിയൊക്കെ നമ്മൾ ഓൾറെഡി താടി വെച്ചത് ഷേവ് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചറിയാൻ പറ്റും. അതിന്റെ കുറ്റിത്താടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങള് കൃത്യമായിട്ട് മീശയുടെയും താടിയുടെയും അത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ദേഹത്തെ രോമങ്ങള് നമ്മൾ മുടിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ബേബി ഹെയർ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പിരികത്തിനും കാര്യങ്ങൾ. അപ്പം ഞങ്ങൾ ബാർബർ ഷോപ്പിൽ ചെന്ന് ചോദിക്കും. പിന്നെ ബറോസിന്റെ ഒക്കേഷൻ തന്നെ വന്നിട്ടുള്ള പല ആൾക്കാരെയും സൗഹൃദം, താടിയുള്ള ആൾക്കാരെ കാണുമ്പോൾ സൗഹൃദം കൂടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് താടി വെട്ടാറുണ്ടോ അതൊക്കെ ചോദിച്ച് ചില ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്, ചിലർ വെട്ടത്തില്ല. അങ്ങനെ കുറച്ച് താടി രോമങ്ങൾ ഞങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. താടി കമ്പ തിക്ക, അപ്പൊ അത് ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ മുടി നമ്മൾ പുള്ളിയുടെ ഒറിജിനലിന്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ചെന്നൈയിൽ ചെയ്യിപ്പിച്ച് അത് ഒട്ടിക്കുകയോ ചെയ്യും. കാരണം അത്രയും കൂടെ ചെയ്യാൻ നമുക്ക് മുടി കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് ഒറിജിനൽ വിഗ് എടുക്കുകയോ ചെയ്ത. ബാക്കിയെല്ലാം ഞങ്ങള് ഓരോ രോമം വെച്ചിട്ട് അത് ഓരോ രോമം നമ്മളെടുത്തിട്ട് നമ്മള് ചെറിയ ഒരു രോമം നമുക്ക് എന്താ പറയുക ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എടുത്ത് പിൻ ചെയ്തിട്ടാണ് ചെയ്തത്. അങ്ങനെ പക്ക ഡീറ്റെയിൽ ആയിട്ടാണ് സംഭവം ചെയ്തിരിക്കുന്നത്. വായനങ്ങുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഉള്ളിൽ സ്കള്ളുണ്ട്, സ്കള്ള് വെച്ചിട്ടുണ്ട്. തലയോട്ടി ഉള്ളിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ജോ അനക്കാൻ പറ്റും. അപ്പൊ ഈ വാ തുറന്നു കഴിഞ്ഞാൽ അതിനുള്ളിൽ പല്ലുണ്ട്, നാക്കുണ്ട്. നാക്കിന്റെ ഈ ചെറിയ മുകുളങ്ങളുണ്ട്, അത് ഉണ്ടാക്കിയിട്ടുണ്ട്.
അതൊക്കെ എടുത്തത് അത് നാക്ക് ഞങ്ങൾ സെപ്പറേറ്റ് ക്ലേയിൽ വർക്ക് ചെയ്ത്. ഇനി ഞാൻ വേറെ ഒരു മെയിൻ ആയിട്ടൊരു കാര്യം പറയാന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത്, അതായത് ഒരു മേജർ പോർഷൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ദിനീഷ് പുരുഷോത്തമൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിസ്റ്റ്, കോട്ടയത്തുള്ള അദ്ദേഹമായിരുന്നു ഒടിയന്റെ ഒക്കെ സ്കൾപ്ചർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്ന പുള്ളിക്കാരൻ. അപ്പം പുള്ളി ഞങ്ങളെ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പുള്ളി ഞങ്ങളുടെ കൂടെ. പിന്നെ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ചില ടൈം മാനേജ് ചെയ്യാനും ഒക്കെ അവരുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ ചെറിയ മുറിവുകൾ ചെയ്തു തുടങ്ങുന്നത് മുതൽ ഞാൻ കണ്ടിട്ടുണ്ട് സേതുവിന്റെ കഴിവുകൾ. അപ്പോ പിന്നെ ഫേസ് ചെയ്യുന്നത് കണ്ടു, പിന്നെ അതുപോലെ തന്നെ ഹൃദയം ചെയ്യുന്നത് കണ്ടു, പിന്നെ അങ്ങനെ ഓരോന്നോരോന്ന് പാർട്സുകളായിരുന്നു ചെയ്തത്. ഇപ്പൊ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ബോഡി തന്നെ, ഒരു ഹ്യൂമൻ ബോഡി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയും വരുന്ന ഒരുപാട് ഞെട്ടിക്കുന്ന ഒരുപാട് വർക്കുകൾ ഉണ്ടാകാം. അത് ഏതൊക്കെയാണ് സേതു ചേട്ടാ? ഇനി ഞങ്ങളിപ്പോ ചെയ്യാൻ പോകുന്നത് മനുഷ്യനെ വിട്ടിട്ട് ഇനി മൃഗങ്ങളിലോട്ട് കയറും. അതായത് അടിപൊളി, സൂപ്പർ. അപ്പൊ മൃഗങ്ങളെന്ന് പറയുമ്പം ഇപ്പൊ ഒരു തെലുങ്ക് മൂവിയുടെ ഒരു എൻക്വയറി വന്നിട്ടുണ്ട്. അപ്പൊ അവര് കുറച്ച് ആനിമൽസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ടെക്നോളജിയും കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം അതിനകത്ത് കുറച്ച് അനിമേഷൻ ഫീലുള്ള കാര്യം, ചില അനക്കങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പൊ അതിന്റെ കുറച്ച് പണിപ്പരയിലാണ് ഞങ്ങൾ. അതിന്റെ കുറച്ച്, അതായത് ഇതിന്റെ കൈ അനക്കാനും കാലനക്കാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഇനിയിപ്പോ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ അതിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് തരാം. സേതുവിനെ വെച്ച് ചെയ്യുന്ന ഓരോ എപ്പിസോഡും ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിലാണ് ഓരോ എപ്പിസോഡും ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. സേതുവിൽ അറിഞ്ഞിരിക്കുന്ന ഈ കല മറ്റൊരാൾക്കും കൂടെ ഒന്ന് ഉപകാരപ്പെടുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം, പരിചയപ്പെടുത്തി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഉപകാരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും. അതിനായിട്ട് ഞങ്ങള് മഹാനായ ചിത്രകാരൻ വാൻഗോഗിന്റെ പേരിൽ വാൻഗോ കഫേ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അടുത്ത മാസത്തോടു കൂടി ഒരു വമ്പൻ രീതിയിൽ അത് ലോഞ്ച് ചെയ്യും. അപ്പോൾ അതിൽ കുഞ്ഞുങ്ങൾക്കുള്ള ചിത്രകലയായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ, പിന്നെ സിനിമയിലെ ഒരുപാട് പേര് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും കൂടെ നമുക്ക് ഉൾപ്പെടുത്താൻ വിളിച്ച് പറഞ്ഞ് അത് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ പേജിൽ അവർക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ സേതു ശിവാനന്ദന്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും, അതായത് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന കലാകാരന് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് പ്രോസ്തറ്റിക് മേക്കപ്പിന്റെയും അതുപോലെ തന്നെ ചിത്രരചനയുടെയും കൺസെപ്റ്റ് ആർട്ടിസ്റ്റ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആ യൂട്യൂബ് ചാനലിലൂടെ അറിയാൻ പറ്റും. വാൻകോക്ക് കഫേ അല്ലേ? വാൻകോക്ക് കഫേ. അപ്പൊ തീർച്ചയായിട്ടും ഈ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ കൂട്ട് തന്നെ, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ കൂട്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്കുള്ള വീഡിയോസ് ഒക്കെ വരാൻ പോകുന്നത് അടുത്ത മാസം മുതലാണ് അല്ലേ? അപ്പോ ഇവര് ചെയ്യുന്ന ബെറോസ് പോലുള്ള സിനിമകളൊക്കെ അതിന്റെയൊക്കെ തിരക്കിലാണ് ഇവര്. നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും സേതുവിനെ വിളിക്കണം. സേതുവിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ തരുന്നതായിരിക്കും. അപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പൊ പുതിയൊരു എപ്പിസോഡുമായി കാണുമ്പോഴേക്കും ബൈ.